പാലക്കാട് ജില്ലാ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ എഴുന്നള്ളത്ത് നടത്തുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളത്തിലും വെടിക്കെട്ടിലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ഏതായാലും വളരെ വ്യത്യസ്തതയുള്ള ഒരു പ്രതിഷേധമാണ്. ആന എഴുന്നള്ളത്തിലെ നിയന്ത്രണങ്ങൾക്കെതിരെ ആനയെ എഴുന്നള്ളിച്ച് തന്നെ ഒരു പ്രതിഷേധം നടത്തുന്നു. ഏതായാലും ആനകളെ സംബന്ധിച്ചിടത്തോളം പണി കൂടി എന്നുള്ളതാണ് വസ്തുതയല്ലേ? ലക്ഷ്മി, അതിൽ ചെറിയ തിരുത്തുണ്ട്. ആനയെ എഴുന്നള്ളിച്ചില്ല, ഓട്ടോറിക്ഷയിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം. അതോടൊപ്പം തന്നെ പഞ്ചവാദ്യം ഉൾപ്പെടെയുള്ള വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുക. 48 പാലക്കാട് ജില്ലയിലെ 48 ഉത്സവ കമ്മിറ്റികൾ അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം ചിനക്കത്തൂരിൽ അവിടെ പ്രതിഷേധ യോഗം നടന്നിരുന്നു. 48 ഉത്സവ കമ്മിറ്റികളും ചേർന്നുകൊണ്ട് വലിയ പ്രതിഷേധ യോഗമാണ് ചേർത്തിട്ടുള്ളത്. അതായത് പാലക്കാട് ജില്ലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉത്സവം നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. ഇവിടെ ആനകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉത്സവത്തിന് ബാധിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഓട്ടോറിക്ഷയിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളിലാണ് ഇവിടെ നടക്കുന്നത്. ആനയെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ഉത്സവങ്ങൾ പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പലപ്പോഴും മാറ്റിവെക്കേണ്ടി വരും. പല ഇതിലും ചടങ്ങുകൾക്ക് ആന നിർബന്ധമാണ്. ഇത്രയും നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ആനകളുടെ നിശ്ചിത എണ്ണത്തിലുള്ള ആനകളെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് കൂടി ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെടിക്കെട്ടിലും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ ഉത്സവം നടത്തിപ്പുകാരും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും പറയുന്നത്. ഇത് ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ 5 വിളക്കിൽ നിന്നാണ് ഇത് തുടങ്ങുക. അതോടൊപ്പം തന്നെ ഈ വലിയ പ്രതിഷേധം ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുള്ളത്. ഇപ്പം നമ്മളോടൊപ്പം ഹരിദാസ് മച്ചിങ്കൽ ചേരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഇതൊരു പ്രതിഷേധത്തിൻ്റെ തുടക്കമാണോ? തീർച്ചയായും ഇതൊരു പ്രതിഷേധത്തിന്റെ തുടക്കം മാത്രമാണ്. കേരളത്തെ ആചാര അനുഷ്ഠാനങ്ങൾ, പള്ളി നേർച്ചകളും എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 ലക്ഷത്തോളം കുടുംബങ്ങൾ ഇതുമായി കഴിഞ്ഞു പോകുന്നുണ്ട്. ഹൈക്കോടതി ഇറക്കിയ ഇത് അപ്രായോഗികമാണ്. കാരണം നമ്മളെ നാട്ടാന പരിപാലന ചട്ടപ്രകാരം 2012 നാട്ടാന പരിപാലന ചട്ടം പ്രകാരമാണ് കേരളത്തിലെ ആന എഴുന്നള്ളത്തുകളും ഉത്സവങ്ങളും പള്ളിപ്പെരുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ ഉത്സവ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. ചില NGOകളുടെയും മറ്റും ഗൂഢതന്ത്രത്തിൽ മുകളിൽ ഹൈക്കോടതി ഇറക്കിയ ഈ വിധി തികച്ചും അപ്രായോഗികമാണ്. ഇത് കേരളത്തിലെ 20,000-ഓളം കണക്കിന് ഉത്സവങ്ങൾ വരുന്ന ആളുകളെയും അതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി പുനർചിന്തനം നടത്തണമെന്നും അതുപോലെ തന്നെ കേരള നിയമസഭ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് ഉത്സവങ്ങൾ വരുന്ന ഈ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന മാസമാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം കാലഘട്ടങ്ങളിൽ. അപ്പോൾ ഈ വരുന്ന നിയമസഭ കൂടുമ്പോൾ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നടങ്കം ഒറ്റക്കെട്ടായിക്കൊണ്ട് 2012 നാട്ടാന പരിപാലന ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതായത് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഓട്ടോറിക്ഷകളിൽ നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. 5 വിളക്കിൽ നിന്നും പാലക്കാട് കലക്ട്രേറ്റിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച്. എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നു. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിനക്കത്തൂരിലെല്ലാം തന്നെ ഈ യോഗം ചേർന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും പ്രതിഷേധ മാർച്ച് എന്നതിന് പകരം അവർ പറയുന്ന പ്രയോഗം എന്ന് പറയുന്നത് പ്രതിഷേധ എഴുന്നള്ളത്ത് നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ പരിപാടി തുടങ്ങും. ആനയ്ക്ക് പകരം ഓട്ടോറിക്ഷകളെയാണ് എഴുന്നള്ളിക്കുന്നത്. എഴുന്നള്ളിപ്പ് എന്ന് പറയുമ്പോൾ ഉറപ്പായും നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ആനകളുടെ ചിത്രം എത്തും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഷേധ എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആനയും ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചത്. ഏതായാലും ആനയല്ല അവിടെ എഴുന്നള്ളിക്കുന്നത്, ഓട്ടോറിക്ഷയാണ് ആനയ്ക്ക് പകരം നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിപ്പിക്കുന്നത്. ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾക്കെതിരെയാണ് അവരുടെ ആ പ്രതിഷേധം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.